എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ടേമുകളുടെ എണ്ണം, ഇപ്പോൾ ടേമുകളുടെ എണ്ണം ഓഡ് നമ്പർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നാം പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ മിഡ് ടേം, നടുവിലെ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ടേമുകളുടെ എണ്ണം ഈവൺ നമ്പർ ആയിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഇരട്ട സംഖ്യ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് സമ്മ് കണ്ടുപിടിക്കുക എന്നതാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് 3, 5, 7, 9. ഇവിടെ നോക്കിയ 4 ടേമുകളാണുള്ളത് അല്ലേ. 3, 5, 7, 9. ഈ 4 ടേമുകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഇത് ഒറ്റ സംഖ്യയാണെങ്കിൽ അവിടെ എന്തായിരിക്കും, നമുക്കറിയാം ഒരു മിഡ് ടേം, നടുവിലൊരു പദം ഉണ്ടാവും അല്ലേ. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് 4 ടേമുകളായതുകൊണ്ട് നടുവിൽ ഒരു പദമല്ല, നടുവിൽ 2 പദങ്ങൾ വരും, 2 ടേമുകൾ വരും. അപ്പോൾ നാം എന്ത് ചെയ്യും? നമുക്ക് ഈ ടേമുകളെ, അതായത് നടുവിലുള്ള 2 ടേമുകളെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജോഡിയാക്കാം, അതായത് ഒരു പെയറാക്കാം. മനസ്സിലായോ? അപ്പോൾ അതായത് ഇവിടെ നടുവിൽ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനെയും ഒരു പെയറാക്കി. ഇനി നോക്കിയേ, ഇവിടെ 5ഉം 7ഉം അല്ലേ. 5ഉം 7ആണ് നടുവിൽ വന്ന 2 സംഖ്യകൾ. അപ്പോൾ 5ഉം 7ഉം ഒന്ന് കൂട്ടി നോക്കി എത്ര കിട്ടും? നമുക്ക് 12 കിട്ടി. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 2 സംഖ്യകളുണ്ടല്ലോ, 2 ടേമുകളുണ്ടല്ലോ, അതൊന്ന് നമുക്കൊന്ന് കൂട്ടി വയ്ക്കുക. അതായത് ഈ 2 സംഖ്യകൾ, ഈ 2 ടേമുകൾ 3ഉം 9 അല്ലേ. അപ്പോൾ 3ഉം 9 ഒന്ന് കൂട്ടി നോക്കിയേ, എത്ര കിട്ടി? 3ഉം 9ഉം 12 തന്നെ. ഇനി നമുക്ക് മറ്റൊരു സീക്വൻസ് എഴുതി നോക്കാം. ഇപ്പോൾ 5, 10, 15, 20. ഇതേപോലെ തന്നെ നടുവിൽ 2 പദം വരുന്നുണ്ട് അല്ലേ. അന്ന് കൂട്ടി നോക്കിയേ, 10ഉം 15ഉം എത്ര കിട്ടും? 10 + 15 25. ഇനി ഇപ്പുറത്തെ 2 ടേമുകൾ തമ്മിൽ ഈ ജോഡികളൊന്ന് കൂട്ടി നോക്കിയേ, 5 + 20 അതും 25. ഇനി നമുക്ക് ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലേ. സമ്മ് എന്ന് പറഞ്ഞാൽ മൊത്തം തുക കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അതൊന്ന് കൂട്ടി നോക്കിയേ, 5ഉം 10ഉം 15, 15ഉം 15ഉം 30ഉം 20ഉം 50 നമുക്ക് കിട്ടി അല്ലേ. 50 ഇതിൻ്റെ സമ്മ് വരുന്നത്. ഇനി ഇവിടെയാണെങ്കിലോ 3ഉം 5ഉം 8, 8ഉം 7ഉം 15, 15ഉം 9ഉം 24 അല്ലേ. അപ്പോൾ ഇവിടുത്തെ സമ്മ് നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ സമ്മ് കണ്ടുപിടിക്കാൻ നോക്കിയാൽ, ഇവിടെ നാം ഈ ജോഡികൾ, ഈ പെയറുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് 12 കിട്ടി അല്ലേ. അങ്ങനെ എത്ര പെയറുണ്ട് ഇവിടെ? എത്ര ജോഡിയുണ്ട്? ഇത് ഒരു ജോഡി, ഇത് മറ്റൊരു ജോഡി അല്ലേ. 2 ജോഡികൾ, അതായത് 12 × 2 24. ശരിയല്ലേ? ഇനി ഇവിടെ നോക്കിയേ, ഒരു ജോഡി അല്ല, ഒരു ജോഡി എടുത്തൊക്കെ എത്രയാണ്? 10ഉം 15ഉം കൂട്ടി കഴിഞ്ഞാൽ 25 അല്ലേ. അങ്ങനത്തെ എത്ര ജോഡിയുണ്ട്? 2 ജോഡി, അതായത് 25 × 2 50. അതായത് 25 25ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ അതിൻ്റെ ടേമുകളുടെ എണ്ണം ഈവൺ നമ്പർ ആണെങ്കിൽ, അതായത് ഇരട്ട സംഖ്യയാണെങ്കിൽ നാം എന്ത് ചെയ്യണം? അതിനെ പെയറുകളാക്കണം. പെയറുകളാക്കാൻ എങ്ങനെയെന്നാണ് മനസ്സിലായല്ലോ. നടുവിലുള്ള പദങ്ങളെ ഒരു പെയർ, അതിൻ്റെ ഇപ്പുറത്തുള്ള പദങ്ങളെ വേറെ പെയർ, അങ്ങനെ പെയറുകളാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു പെയറിൻ്റെ സമ്മ് എത്രയാണോ അല്ലേ, ഈ പെയറിൻ്റെ സമ്മ് 12, അങ്ങനെ അതിനെ എത്ര പെയറുണ്ടോ നോക്കാം. എത്ര സംഖ്യ അല്ല, എത്ര പെയറുണ്ടോ നോക്കാം. ഇവിടെ എത്ര പെയറുണ്ട്? 2 ജോഡികളുണ്ട് അല്ലേ. × 2 24. ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിന് സം എങ്ങനെ കണ്ടുപിടിക്കാം? സം ഈസ് ഈക്വൽ ടു, അതായത് ഈവൺ നമ്പർ ആണെങ്കിൽ സം ഈസ് ഈക്വൽ ടു എന്ത് പറയാം നമുക്ക്? നമ്പർ ഓഫ് പെയേഴ്സ് അല്ലെ. എത്ര പെയറുകൾ ഉണ്ടെന്ന് നോക്കാം. അതിനെ എന്തുകൊണ്ട് ഗുണിക്കുക? ഒരു പെയറിന്റെ സമ്മ് കൊണ്ട് ഗുണിക്കുക, അതായത് ഇൻറ്റു സം ഓഫ് 1 പെയർ. അപ്പം ഇങ്ങനെയാണ് നാം ഇതിൻ്റെ ഇരട്ട സംഖ്യയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. മനസ്സിലായല്ലോ? ഒരു നമ്പർ എത്ര പെയർ ഉണ്ടെന്ന് നോക്കാം. ആ പെയറിനെ സം ഓഫ് 1 പെയർ, അതായത് ഒരു പെയറിൻ്റെ സമ്മ് കൊണ്ട് അതിനെ ഗുണിക്കുക. അതാണ് നാം ഇവിടെ ചെയ്തത്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ വരുമ്പോൾ നാം ആദ്യം എന്ത് ചെയ്യണം? തന്നിട്ടുള്ള സീക്വൻസിലെ ടേമുകളുടെ എണ്ണം ഓഡ് നമ്പർ ആണോ ഈവൺ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപയോഗിച്ച ഇക്വേഷൻ ഉപയോഗിക്കാം, ഈവൺ നമ്പർ ആണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് SLC പരീക്ഷയ്ക്ക് നമുക്കൊരു ചോദ്യം കിട്ടും. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 30 കുറച്ച് ചോദ്യമുണ്ട്. അതൊന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം.
അപ്പോൾ എന്താണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം? റൈറ്റ് 4 അരിതമെറ്റിക് സീക്വൻസസ് വിത്ത് 100 ആസ് ദി സം ഓഫ് ദി ഫസ്റ്റ് 4 ടേം. അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കാം. അതായത് ആദ്യത്തെ 4 ടേമുകളുടെ 4 പദങ്ങളുടെ തുക സമ്മ് 100 ആകണം. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് എത്ര കിട്ടണം? 100 കിട്ടണം. 4 ടേമുകൾ വേണം. അപ്പോൾ നമുക്ക് x1, x2, x3, x4 ഇതാണ് നമ്മുടെ 4 ടേമുകൾ. ഈ 4 ടേമുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 100 കിട്ടണം. അപ്പോൾ നോക്കി ഇവിടെ എന്ത് നമ്മൾ ചെക്ക് ചെയ്യണം? ഇത് ഈവൺ നമ്പറാണ് അല്ലേ? 4 ടേമുകളുണ്ട്, ഈവൺ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 100. അപ്പോൾ ഈവൺ നമ്പർ ആണെങ്കിൽ സം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എസ് ഈസ് ഈക്വൽ ടു നാം എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ അല്ലേ? സം ഓഫ് 1 പെയർ. ഇതാണ് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈവൺ നമ്പർ ആണെങ്കിൽ. അപ്പോൾ ഇതിന് നമ്മളൊന്ന് പെയർ ആക്കി നോക്കിയാൽ നടുവിലൂടെ 2 പദങ്ങൾ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഒരു പെയർ, ഇനി ഇപ്പുറത്തുള്ളത് മറ്റൊരു പെയർ അല്ലേ? അപ്പോൾ 2 പെയർ ഉണ്ട്. സമ്മ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ സമ്മ് അറിയാം, പിന്നെ എന്തറിയാം? ഈ എത്ര പെയർ ഉണ്ടെന്നുള്ള അറിയാം അല്ലേ? നമ്പർ ഓഫ് പെയേഴ്സ് എത്ര ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ സം ഓഫ് 1 പെയർ, ഒരു പെയർ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പെയറിൻ്റെ തുക എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ സം ഓഫ് 1 പെയർ, ഒരു പെയറിൻ്റെ സം എത്ര വരും? മൊത്തം ഈ സമ്മിനെ ബൈ നമ്പർ ഓഫ് പെയർ അല്ലേ? നമ്പർ ഓഫ് പെയേഴ്സ്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? സമ്മ് എത്രയാണ്? 100 ബൈ നമ്പർ ഓഫ് പെയേഴ്സ്. എത്ര പെയർ ഉണ്ട്? 1, 2 പെയർ അല്ലേ? അപ്പോൾ 100 ബൈ 2 ഈക്വൽ ടു 50. അതായത് ഒരു പെയർ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 50 കിട്ടണം. അതായത് x2ഉം x3യും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? അതായത് x2ഉം x3 കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 50 കിട്ടണം. 50 കിട്ടണം. അപ്പോൾ നോക്കിയേ, നടുവേ 2 പദങ്ങൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടണം അല്ലേ? അപ്പോൾ അതേ രീതിയിൽ നമുക്ക് എഴുതാമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ x2 20 കൊടുക്കാമെന്ന് വിചാരിക്കുക. 20 പ്ലസ് x3 30 കൊടുത്തു. അപ്പോൾ നമുക്ക് 50 കിട്ടിയില്ലേ? 50 കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സീക്വൻസ് എങ്ങനെ എഴുതാം? നടുവിൽ 20ഉം 30ഉം വരണം അല്ലേ? അപ്പോൾ നടുവിൽ 20 വരണം, പിന്നെ 30 വരണം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 10 അല്ലേ? അപ്പോൾ ഈ സംഖ്യ എത്ര വരും? ഫസ്റ്റ് ടേം 10, 20, 30, 40. അപ്പോൾ കണ്ടില്ലേ, മിഡിലെ ടേം 20ഉം 30ഉം വന്നു. നമുക്ക് 50 കിട്ടിയാൽ മതി. ഇതുള്ള കണ്ടീഷൻ. ഇനി അടുത്ത 50 കിട്ടണമെന്ന് വേണമെങ്കിൽ നമുക്ക് 22ഉം 28ഉം അല്ലേ? ഇതിൽ നിന്ന് 2 കുറച്ചു, ഇതിൽ നിന്ന് 2 കൂട്ടി. അപ്പോൾ നമുക്ക് 22ഉം 28ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 50 കിട്ടും. അപ്പോൾ സീക്വൻസ് എങ്ങനെ എഴുതാം? നടുവിൽ 22ഉം 28ഉം അല്ലേ? ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 6 അല്ലേ? അപ്പോൾ 6 കുറച്ച് എഴുതിക്കോ. 22ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ 16. ഇനി ഇതിൻ്റെ കൂടെ 6 കൂട്ടിക്കഴിഞ്ഞാൽ 34. ഇനി വേണമെങ്കിൽ നോക്കിയാൽ 22, ഇവിടെ 24ഉം 26ഉം 50 അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതാണെങ്കിലോ ഇവിടെ നമുക്ക് 24, 26. ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലേ? അപ്പോൾ ഈ ടൈം എത്ര വരും? 22, 24, 26, 2 കൂട്ടി 28. ഇനി നമുക്കാണെങ്കിൽ 20ൽ നിന്ന് 5 കുറച്ചു. അപ്പോൾ എത്ര ഒന്നും 15ഉം വേണമെങ്കിൽ നമുക്ക് 15ഉം 35ഉം 50 അല്ലേ? 2 സംഖ്യകൾ 50 ആയാൽ മതി. നമുക്ക് 15 എഴുതി, 35 എഴുതി. അപ്പോൾ എത്ര ഉണ്ടാവും തമ്മിലുള്ള വ്യത്യാസം? 20 അല്ലേ? 20. അപ്പോൾ 20 നമ്മൾ കുറച്ച് എഴുതണം. അപ്പോൾ 20 കുറച്ച് എഴുതുമ്പോൾ എന്ത് വരും? ഇവിടെ ശ്രദ്ധിക്കണം. നോക്കിയാൽ 15ൽ നിന്ന് നമ്മൾ 20 കുറയ്ക്കുകയാണ്. അപ്പോൾ എന്ത് വരും? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം അല്ലേ? അപ്പോൾ 5 നെഗറ്റീവ്. അപ്പോൾ -5 വരും. അടുത്തതോ 20 കൂട്ടുമ്പോൾ 35ഉം 20ഉം 55. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5. ആദ്യത്തെ ടേം 5 ആണ്. പിന്നെയോ സം ഓഫ് ദി ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. എന്താണ് പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 6 ടേം. ഈ ആദ്യത്തെ 6 ടേമുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ
സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് അല്ലേ. അപ്പോൾ 6 ടേമുകളുടെ കാര്യമാണ് പറയുന്നത്, അതായത് ഈവൺ നമ്പർ ആണ്. അപ്പോൾ അത് ആദ്യം മനസ്സിൽ കൊണ്ടുവരിക, ഈവൺ നമ്പർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് x1, x2, x3, x4, x5, x6 ഇതാണ് നമ്മുടെ 6 ടേമുകൾ. ഇതിൽ ഫസ്റ്റ് ടേം 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് 5, ഫസ്റ്റ് ടേം 5. ഇനി ഇതിൻ്റെ സം എത്രയാണ്? നമുക്ക് സം വന്നിട്ടുണ്ട് 105 അല്ലേ. അപ്പോൾ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 105 കിട്ടും. എല്ലാ ടേമുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 105 കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈവൺ നമ്പർ ആകുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പെയർ തിരിക്കണം അല്ലേ. അപ്പോൾ നടുവിലെ 2 ടേമുകൾ ഏതൊക്കെയാണ് വരുന്നത്? x3ഉം x4 അല്ലേ. അപ്പോൾ x3ഉം x4ഉം ഒരു പെയർ. ഇനി ഇത് മറ്റൊരു പെയർ അല്ലേ. അടുത്ത പെയർ ഏതൊക്കെയാണ്? x1ഉം x6ഉം ഇത് വേറൊരു പെയർ. അപ്പോൾ നമുക്ക് 3 പെയറുകൾ ഉണ്ടെന്ന് മനസ്സിലായി. സം അറിയാം അല്ലേ. അപ്പോൾ സം അറിയാം, നമ്പർ ഓഫ് പെയേഴ്സ് അറിയാം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് 1 പെയർ, ഒരു പെയറിൻ്റെ സം എത്രയായിരിക്കും? സം ഓഫ് 1 പെയർ എത്ര വരും? സമ്മിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് പെയേഴ്സ്. ഈക്വൽ ടു എന്തൊരു സം എത്രയാണ്? 105 ബൈ എത്ര പെയർ ഉണ്ട്? 3 പെയർ അല്ലേ. 3. അപ്പോൾ 10ൽ 3 പ്രാവശ്യം അല്ലേ. 3 പ്രാവശ്യം 9, ബാക്കി 1 ഉണ്ട് ഇവിടെ. അപ്പോൾ 1 ഇവിടെ 5, 15, 15ൽ 3 ആയി 3 15, അപ്പോൾ 35. അപ്പോൾ സം ഓഫ് 1 പെയർ, ഒരു പെയറിൻ്റെ തുക 35 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് x3ഉം x4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 35 കിട്ടണം. അല്ലെങ്കിൽ x2ഉം x5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 35, അല്ലെങ്കിൽ x1ഉം x6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 35 അല്ലേ. അപ്പോൾ നമുക്ക് x1 അറിയാലോ, അറിയാം, 5 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇതുമ്പോൾ നമുക്ക് x6 കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? x1ഉം x6ഉം, അതായത് x1ഉം x6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? നമുക്ക് 35 കിട്ടണം. മനസ്സിലായില്ല. അപ്പോൾ തന്നിട്ടുള്ളത് നമ്മൾ ഇതിൽ കയറ്റാം. അപ്പോൾ ആ ജോഡി എടുക്കുക, x1ഉം x6ഉം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x6 കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ x6 ഈക്വൽ ടു 35 മൈനസ് x1 എത്രയാണ്? 5, അതായത് 30. അപ്പോൾ ഇവിടെ നമുക്ക് x1ൻ്റെ വില തന്നിട്ടുണ്ട് അല്ലേ. x1 ഈക്വൽ ടു 5 തന്നിട്ടുണ്ട് ഇല്ലേ. അതുകൊണ്ടാണ് നമ്മൾ 5 കൊടുത്തത്. അപ്പോൾ നമുക്ക് x6 കിട്ടി. എത്ര കിട്ടി? 30. ഇപ്പോൾ നോക്കി, നമുക്ക് 2 ടേമുകൾ കിട്ടി അല്ലേ. x6 അറിയാം, x1 അറിയാം. ഇനി നമുക്ക് മറ്റ് ടേമുകൾ അറിയാലോ, കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 2 ടേമുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് ടേമുകൾ എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു എന്താണ്? 30. ടേം ഡിഫറൻസ് 30 മൈനസ് 5 ബൈ അതിൻ്റെ പൊസിഷൻ 6 മൈനസ് ഇത് 1 അല്ലേ. അതായത് 25 ബൈ 5 ഈക്വൽ ടു 5. അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഇനി ഫസ്റ്റ് ടേം നമുക്കറിയാലോ 5 അല്ലേ. അപ്പോൾ x1 5 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ x2 എത്ര വരും? 5 പ്ലസ് 5 അല്ലേ. കോമൺ ഡിഫറൻസ് 5 ഈക്വൽ ടു 10. ഇനി x3യോ? 10 പ്ലസ് 5 അല്ലേ. 10 പ്ലസ് 5 15. 5 നമ്മൾ കൂട്ടി വരും അല്ലേ. അപ്പോൾ x4 20, x5 25, x6 30. അപ്പോൾ ഇതാണ് ആദ്യത്തെ 6 ടേമുകൾ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? ദി സം ഓഫ് ദി 7th ആൻഡ് 8th ടേം, 8ാമത്തെയും 7ാമത്തെയും ടേമുകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 14 ടേംസ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 14 ടേമുകളുടെ സം കണ്ടുപിടിക്കണം. അപ്പോൾ 7ാമത്തെയും 8ാമത്തെയും ടേമുകൾ കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 50 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആയി നമുക്കൊന്ന് ടേമുകൾ എഴുതി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേമുകൾ അല്ലേ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? 7ാമത്തെയും 8ാമത്തെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 50 കിട്ടും അല്ലേ. 7ാമത്തെ ടേമും 8ാമത്തെ ടേമും. അപ്പോൾ ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 50 കിട്ടും. 50 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് എത്രയാണ് നമ്പർ? ഈവൺ നമ്പറാണ് അല്ലേ. അപ്പോൾ ഈവൺ നമ്പറാണ്, അതായത് ഇവിടെ നാം പെയർ ആക്കണം അല്ലേ. 7ഉം 8ഉം എന്ന് പറയുന്നത് നോക്കിയേ, ഇത് നടുവിലെ പെയറാണ് അല്ലേ. നടുവിലെ പെയറായിട്ട് വരും 7ഉം 8ഉം
അതായത് ഇവിടെ 6 ടേമുകൾ, ഇവിടെയും 6 ടേമുകൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പെയറിൻ്റെ, അതായത് സം ഓഫ് 1 പെയർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സം ഓഫ് 1 പെയർ തന്നിട്ടുണ്ട്. എത്രയാണ്? 50. അപ്പോൾ സം ഓഫ് 1 പെയർ, ഒരു പെയറിൻ്റെ തുക നമുക്ക് തന്നിട്ടുണ്ട് 50. അപ്പോൾ അങ്ങനത്തെ എത്ര പെയറുണ്ട്? ഇത് ഒരു പെയർ, ഇത് 2 പെയർ അല്ലേ, 2 പെയർ, 3 പെയർ, 4 പെയർ, 5 പെയർ, 6 പെയർ, 7 പെയർ അല്ലേ. അപ്പോൾ മൊത്തം 7 ജോഡികളുണ്ട് ഇവിടെ. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ്, എത്ര പെയറുകളുണ്ട്? 7 പെയറുകൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സം പിടിക്കാലോ അല്ലേ. സം ഓഫ് ഫസ്റ്റ് 14 ടേമുകളുടെ സം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ സം ഈസ് ഈക്വൽ ടു എന്ത് വരും? സം ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ. അതായത് 7 ഇൻറ്റു സം ഓഫ് 1 പെയർ എത്രയാണ്? 50 അല്ലേ. അപ്പോൾ 7 5 35 ഈ 0 350. അപ്പോൾ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റിയ ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് 4ാമത്തെ ചോദ്യം? റൈറ്റ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. അടിയിൽ തന്നിട്ടുള്ളതിൽ ഓരോന്നിലും ഓരോ അരിത്മെറ്റിക് സീക്വൻസിൻ്റെയും ആദ്യത്തെ 3 പദങ്ങൾ, ടേമുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടേം 30ഉം ആ 3 ടേമുകളുടെ ആദ്യത്തെ 3 ടേമുകളുടെ തുക 300ഉം വരണം അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള അരിത്മെറ്റിക് സീക്വൻസ് നമ്മൾ എഴുതണം. അതായത് 3 ടേമുകൾ നമുക്ക് x1ഉം x2 x3 3 ടേമുകൾ അതുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 300 കിട്ടണം. ഇതിൽ ഫസ്റ്റ് ടേം എത്രയായിരിക്കണം? 30 ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം 30, ഇത് 30, ഇത് 3ഉം കൂടി കഴിഞ്ഞാൽ 300 കിട്ടണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ 3 ടേമാണ് അല്ലേ. അതുകൊണ്ട് ഏത് ഇക്വേഷനാണ്? നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ. അത് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ എണ്ണം ശ്രദ്ധിക്കുക. ഇവിടെ 3 ടേമാണ്. അതുകൊണ്ട് S ഈസ് ഈക്വൽ ടു സം ഈസ് ഈക്വൽ ടു എന്താണ്? M ഇൻറ്റു N അല്ലേ. അതായത് മിഡ് ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് സം അറിയാം, എത്ര ടേമുകൾ ഉണ്ടെന്ന് അറിയാം അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മിഡ് ടേം കണ്ടുപിടിക്കാമല്ലോ. മിഡ് ടേം കണ്ടുപിടിക്കാം അല്ലേ. അതായത് മിഡ് ടേം എന്ന് പറഞ്ഞാൽ x2 എന്ത് വരും? x2 കണ്ടുപിടി മിഡ് ടേം കിട്ടണമെങ്കിൽ സം ബൈ n അല്ലേ. S ബൈ n. അതായത് S 300 സം 300 ബൈ എത്ര ടേമുകളുണ്ട്? 3 ടേമുകൾ, അതായത് 100. ഇനി നമുക്ക് ആദ്യത്തെ 3 ടേമുകൾ എഴുതാലോ. x1 നമുക്കറിയാം അല്ലേ. x1 എത്രയാണ്? 30. x2 നമ്മൾ കണ്ടുപിടിച്ചു, എത്ര കിട്ടി നമുക്ക്? 100 അല്ലേ. അപ്പോൾ x3 എത്രയായിരിക്കും? ഇവിടെ ഡി എത്ര കിട്ടും നമുക്ക്? 100 - 30 അല്ലേ. 100 - 30 അതായത് 70. ഇതാണ് ഡി. അതിനാണെങ്കിൽ x3 എത്ര വരും? 100 + 70 170. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ടേം 30. ഇതേപോലെ തന്നെ ഫസ്റ്റ് ടേം 30 തന്നെ ആയിരിക്കണം. പിന്നെയോ സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്, ആദ്യത്തെ 3ന് പകരം 4 ടേമുകളുടെ തുക 300 ആയിരിക്കണം. അപ്പോൾ ഇവിടെ 4 ടേമുകൾ x1 x2 x3 x4 അവയുടെ തുക സം എത്രയായിരിക്കണം? 300 ആയിരിക്കണം. അപ്പോൾ നോക്കി ഇവിടെ ഈവൺ നമ്പറാണ് അല്ലേ. ഈവൺ നമ്പർ ആകുമ്പോൾ നമ്മൾ എന്ത് വേണം? പെയറാക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പെയറാക്കി. x2ഉം x3യും പെയർ, x1ഉം x4ഉം പെയർ അല്ലേ. ഇത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? x1 30 ആയിരിക്കണം അല്ലേ. 30. അപ്പോൾ നമുക്ക് എത്ര ജോഡികളുണ്ടെന്ന് അറിയാം, ഇതിൻ്റെ സം അറിയാം അല്ലേ. ഈവൺ നമ്പർ ആയിക്കഴിഞ്ഞാൽ സം എന്താ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് 1 പെയർ അല്ലേ. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പഠിക്കാം? സം ഓഫ് 1 പെയർ കണ്ടുപിടിക്കാം. നാം നേരത്തെ മുമ്പ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് സം ഓഫ് 1 പെയർ, ഒരു പെയറിൻ്റെ സം നമുക്ക് കണ്ടുപിടിക്കാം. സം ഓഫ് 1 പെയർ എത്ര വരും? സം ബൈ നമ്പർ ഓഫ് പെയർ അല്ലേ. 300 സം ബൈ നമ്പർ ഓഫ് പെയേഴ്സ്. എത്ര പെയർ ഉണ്ട്? 2 പെയർ അല്ലേ. 2 ഈക്വൽ ടു 150. അപ്പോൾ സം ഓഫ് 1 പെയർ, ഒരു പെയറിൻ്റെ സം 150 ആണ്. അപ്പോൾ ഒരു പെയർ നോക്കിയാൽ നമുക്ക് ഇത് തന്നിട്ടുണ്ട് അല്ലേ. x1 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ജോഡി ഏതാണ്? x4 അല്ലേ. അപ്പോൾ x1ഉം x4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം നമുക്ക്? 150 കിട്ടണം. അതായത് x1 + x4 ഈക്വൽ ടു 150 കിട്ടണം. x1 നമുക്കറിയാം 30 അല്ലേ. അതായത് 30 + x4 150 കിട്ടണം. അപ്പോൾ x4 എത്ര വരും? x4 ഈക്വൽ ടു 150 - 30
സീക്വൽ ടു 120. അപ്പോൾ x4 നമുക്ക് കിട്ടി എത്ര? 120. അപ്പോൾ രണ്ട് ടേമുകൾ കിട്ടി, x1 കിട്ടി, x4 കിട്ടി അല്ലേ. ഇനി മറ്റു ടേമുകൾ കണ്ടുപിടിക്കാൻ എന്ത് വേണം? നമുക്ക് കോമൺ ഡിഫറൻസ് അറിയണം. അതിൽ നമ്മൾ എന്ത് വേണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. ഇത് ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. ഡി സീക്വൽ ടു കോമൺ ഡിഫറൻസ് ഡി സീക്വൽ ടു 120 മൈനസ് 30 ബൈ അതിൻ്റെ പോസിറ്റീവ് 4 മൈനസ് 1 4 മൈനസ് 1, അതായത് 120 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 90/3. 90/3 എന്ന് പറഞ്ഞാൽ 9 3 3 പ്രാവശ്യം 30. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി 30 അല്ലേ. ഫസ്റ്റ് പദം x1 എത്രയാണ്? 30 ആണ്. x1 30, x2 എത്ര വരും? 30ൻ്റെ കൂടെ 30 കൂട്ടുക അല്ലേ, അതായത് 60. ഇനി 60ൻ്റെ കൂടെ 30 കൂട്ടുമ്പോൾ 90, അടുത്തത് 120. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് അതിൽ മൂന്നാമത്തെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടേം 30, ആദ്യത്തെ ടേം 30 തന്നെ. സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, നേരത്തെ 4 ആയിരുന്നു അല്ലേ, ഇപ്പോൾ അത് 5 ടേമുകളുടെ സമ്മ് 300 ആയിരിക്കണം. അപ്പോൾ അതായത് ഇവിടെ നോക്കിയാൽ ഓഡ് നമ്പറാണ് അല്ലേ. ആദ്യത്തെ 5 ടേമുകളുടെ തുക എത്ര കിട്ടണം? നമുക്ക് 300 കിട്ടണം. അതിൽ നമുക്ക് ഫസ്റ്റ് ടേം എത്രയായിരിക്കണം? 30 ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഓഡ് നമ്പർ ആയതുകൊണ്ട് എന്ത് വരും? ഒരു മിഡിൽ നമ്പർ വരും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം മിഡിൽ നമ്പർ കണ്ടുപിടിക്കാം അല്ലേ. നമ്മുടെ ക്യാഷ് ഓർമ്മ ഉണ്ടല്ലോ, എസ് സി സീക്വൽ ടു സമ്മി മിഡിൽ നമ്പർ, ഓഡ് നമ്പർ ആയാൽ എസ് സി സീക്വൽ ടു എം ഇൻറ്റു എൻ അല്ലേ, മിഡിൽ നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ അതിൽ നമുക്ക് മിഡിൽ നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ x3 മിഡിൽ നമ്പർ x3 എത്ര വരും? മിഡിൽ നമ്പർ ഇട്ടാൽ s/n സം ബൈ നമ്പർ ഓഫ് ടേംസ് സീക്വൽ ടു സം എത്രയാണ്? 300 ബൈ എത്ര നമ്പർ ഉണ്ട്? 5 ടേമുകൾ അല്ലേ. അപ്പോൾ 5, അപ്പോൾ 30ൽ 5 6 5 30, ബാക്കി 0 60. അപ്പോൾ നമുക്കിവിടെ മിഡിൽ ടേം കിട്ടി 60. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുക? മിഡ് ടേം ആണ് കണ്ടുപിടിക്കുക. ഈവൺ നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ പെയറാണ് നമ്മൾ കണ്ടുപിടിക്കുക ആദ്യം. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ടേമുകൾ കിട്ടി. അപ്പോൾ 2 ടേം, ഇനി നമുക്ക് ബാക്കി ടേമുകൾ കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി സീക്വൽ ടു എന്ത് വരും? 60 മൈനസ് 30, 60 മൈനസ് 30 ബൈ അതിൻ്റെ പോസിറ്റീവ് 3 മൈനസ് 1, അപ്പോൾ 30/2 സീക്വൽ ടു 15. അപ്പോൾ കോമൺ ഡിഫറൻസ് 15 ആണ്. അപ്പോൾ ആദ്യത്തെ ടേം 30 ആണ് അല്ലേ. അപ്പോൾ 30 ആദ്യത്തെ ടേം x1 30, അപ്പോൾ x2 എത്ര വരും? 30 + 15 അല്ലേ, 15 45. ഇനി x3 45 + 15 60. ഇനി x4 60 + 15 75. x5 75 + 15 90. അപ്പോൾ നമ്മുടെ 5 ടേബിൾ എടുക്കണം 30 45 60 75 90. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കതിൽ നാലാമത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ എന്താണ് നാലാമത്തത്? ഫസ്റ്റ് ടേം 30, ആദ്യത്തെ ടേം 30 തന്നെ. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ്, ആദ്യത്തെ 6 ടേമുകളുടെ തുക 300 അല്ലേ. അപ്പോൾ നമുക്ക് 6 ടേമുകൾ 1 2 3 4 5 6 ഇത് കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 300 കിട്ടണം. അപ്പോൾ ഇവിടെ ഈവൺ നമ്പർ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഇവയെ പെയർ ആക്കണം അല്ലേ. ആ പെയർ ആക്കണം. അപ്പോൾ നടുവിലുള്ളത് x3ഉം x4 അല്ലേ. അടുത്ത പെയർ x2 x5, അടുത്ത പെയർ x1ഉം x6ഉം. ഇതാണ് പെയർ, 3 പെയറുകൾ. സമ്മ് നമുക്കറിയാം. അപ്പോൾ ഇതിൽ x1 എത്രയാണ്? 30. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ജോഡി കണ്ടുപിടിക്കാം അല്ലേ, x6 കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാറ് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ സം ഓഫ് 1 പെയർ, സം ഓഫ് 1 പെയർ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ സമ്മിനെ 300 ബൈ എത്ര പെയറുണ്ട്? 3 പെയർ അല്ലേ, 3 സീക്വൽ ടു 100. അപ്പോൾ സം ഓഫ് 1 പെയർ, അപ്പോൾ ഒരു പെയർ, ഈ പെയറിൽ നമുക്ക് x1 അറിയാം. അപ്പോൾ ഈ പെയർ നമ്മൾ എടുക്കാം, x1 + x6 സീക്വൽ ടു 100. ഈ ഒരെണ്ണം അറിയാവുന്നത് നമ്മൾ എടുക്കാൻ പാടില്ല. അറിയാത്തത് x3 + x4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അറിയുന്നത് x1 ആണ്, അതിൻ്റെ ജോഡി x6 ആണ്. അപ്പോൾ അത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 100. അപ്പോൾ അതിൽ നിന്ന് x6 കണ്ടുപിടിക്കാമല്ലോ അല്ലേ. x1ൻ്റെ വാല്യൂ എത്രയാണ്? 30. അപ്പോൾ 30 + x6 സീക്വൽ ടു 100. അപ്പോൾ x6 സീക്വൽ ടു 100 - 30 സീക്വൽ ടു 70.
അപ്പോൾ ഇവിടെ നമുക്ക് x6 കിട്ടി 70. അപ്പോൾ 2 ടേമുകൾ നമുക്ക് കിട്ടി അല്ലേ. ഇനി നമുക്ക് മറ്റു ടേമുകൾ കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് d = എന്ത് വരും? x6 എത്രയാണ്? 70 മൈനസ് 30 ബൈ അതിൻ്റെ പൊസിഷൻ 6 മൈനസ് 1 സീക്വൽ ടു 70 മൈനസ് 30 40 മൈനസ് 6 മൈനസ് 1 5 8. അപ്പോൾ 8 ആണ് കോമൺ ഡിഫറൻസ്. ഇനി x1 നമുക്കറിയാലോ. x1 അറിയാം. x1 സീക്വൽ ടു 30. അപ്പോൾ x2 എത്ര വരും? 30 പ്ലസ് 8 അല്ലേ. 30 പ്ലസ് 8 38. കോമൺ ഡിഫറൻസ് കൂട്ടി. ഇനി x3യോ 38 പ്ലസ് 8 അല്ലേ, അതായത് 46. അങ്ങനെ 8 കൂട്ടി വരാം. അപ്പോൾ x4 എത്ര കിട്ടും? 46ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 54. അതുപോലെ x5 54ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 62. ഇനി x6 62ൻ്റെ കൂടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 70. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലവണ്ണം പഠിക്കുക. ഉറപ്പായിട്ടും അത്തരം ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് SSLC പരീക്ഷയ്ക്ക് വരും. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് കമൻസിൽ എഴുതി ചോദിക്കാം. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ